സംസ്ഥാനത്തിനൊരു ആശ്വാസമെന്ന ആ ഒരു പോയിന്റിൽ ഞാൻ തൊടുന്നേയില്ല. കാരണം ഇത് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭരണകാലഘട്ടത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വഴിവെട്ടലാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർക്കെതിരായിട്ടുള്ള ബില്ലുകൾ വൈകിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെ ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്ന കാര്യത്തിനകത്ത്, സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യത്തിനകത്ത്, അപ്പോൾ ഇതിലൊക്കെ തന്നെയും കേരളം മാതൃകാപരമായിട്ടാണ്. അതായത് നമുക്ക് കേന്ദ്ര സർക്കാരുമായി തർക്കമുണ്ട് എങ്കിൽ സുപ്രീം ഭരണഘടനയുടെ 131 അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയിൽ പോവുക എന്നുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യത്തിനകത്തും നമ്മുടെ ഹർജികളെടുത്ത് തൊട്ടിക്കളയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹർജിയിൽ വളരെ പോസിറ്റീവായ രീതിയിൽ സുപ്രീം കോടതി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അനുകൂലമായിട്ട് ഇത്ര കോടി രൂപ എടുത്തോളാൻ സുപ്രീം കോടതി പറയുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവകാശം അവിടെയുണ്ട്, ആ അവകാശം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളം മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷ് MP അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയാണ് എങ്കിൽ ദക്ഷിണേന്ത്യ സ്വതന്ത്ര രാജ്യമാകേണ്ടി വരും എന്നുള്ളതാണ്. പണ്ട് ആർ ബാലകൃഷ്ണപിള്ള ഇതിൻ്റെ ഒരു പകുതി പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. രാജ്യവിരുദ്ധ പ്രസ്താവനയാണെന്ന് അവിടുത്തെ BJP ഇതിനകം പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിലല്ല യഥാർത്ഥത്തിൽ കേരളം പോയിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവും ഈ നിലയിലോ അല്ലെങ്കിൽ ഇതോട് അടുത്തതായിട്ടുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പകരം 131 അനുസരിച്ച് നമ്മൾ ഈ വിഷയത്തെ ഭരണഘടനാനുസൃതമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതിക്ക് കേരളം ഉന്നയിച്ച വാദങ്ങൾ ബോധ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാദത്തിൽ കഴമ്പില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിശ്ചിതമായ വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് ഇത് നമ്മൾ കടമെടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കടമെടുക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ അധികാര പരിധി കടന്നിട്ടാണ് പോകുന്നതെങ്കിൽ സുപ്രീം കോടതി നമ്മളെ ശ്രീലങ്കയെന്നോ അല്ലെങ്കിൽ കടബാധ്യതയിൽ മുങ്ങിത്താണ പല രാജ്യങ്ങളെയും താരതമ്യം ചെയ്ത് മുമ്പ് പ്രധാനമന്ത്രി നടത്തിയതുപോലെ പരാമർശങ്ങൾ നടത്താനുള്ള സ്കോപ്പ് അവർക്കുണ്ടാവുമായിരുന്നു. നമ്മുടെ ആവശ്യം എന്താണ്? GDP-യുടെ 3.5% മുൻവർഷങ്ങളിൽ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയും ചേർത്ത് നമ്മുടെ അവകാശം, അത് ഇപ്പോൾ അനുവദിച്ച തുക മാത്രമല്ല 24,434 കോടി രൂപ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ കാര്യത്തിൽ സുപ്രീം കോടതി വളരെ പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് സാധാരണഗതിയിൽ സുജിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിധി വേണ്ട എന്നൊരു കക്ഷി കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ ഡിഫെൻസീവിലാവുന്ന കക്ഷിയാണ് എപ്പോഴും ആവശ്യപ്പെടുക. ഇന്ന് കേന്ദ്ര സർക്കാരാണ് നിർഭാഗ്യവശാൽ വിധി വേണ്ട, അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു പ്രേരണയാകും എന്ന് പറഞ്ഞ് തടിതപ്പിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, BJP ഭരണകാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വഴിവെട്ടലാണ് യഥാർത്ഥത്തിൽ കേരളം നിർവഹിച്ചിട്ടുള്ളത്. ബാക്കി ഞാൻ ചർച്ച വരുമ്പോൾ പറഞ്ഞോളാം. Meet the editors.